വാണിജ്യ LPG സിലിണ്ടറിന്റെ വിലവർധനയിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തെ ഹോട്ടലുകൾ ഇന്ന് അടച്ചിട്ടിരിക്കുകയാണ്. വിലവർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. കോട്ടയത്ത് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ സമരം തുടരുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA സമരം ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് പറയുന്ന വാദഗതികളൊന്നും നിൽക്കുന്നതല്ല. ഗവൺമെന്റ് പറയുന്നത് ലോകത്തെമ്പാടും വില കൂടിയില്ലേ എന്നുള്ളതാണ്. പക്ഷേ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ആവശ്യപ്പെടുന്നത് അവരിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന വിലയ്ക്ക് സാധനങ്ങൾ കൊടുക്കണമെങ്കിൽ ഈ അടിയന്തരമായി ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ ഉണ്ടായ വിലവർദ്ധനവ് അതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് തയ്യാറായി മതിയാകും. അതിനാവശ്യമായ സബ്സിഡി കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കേണ്ടി വരും. അവരുടെ സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാകേണ്ടി വരും. ഇത് നേരിട്ട് ബാധിക്കുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരെയും സാധുക്കളെയാണ്. അത് മനസ്സിലാക്കി ഗവൺമെൻറ് കരുണയോടുകൂടി ഒരു സമീപനം എടുത്തേ മതിയാകൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ടോബി ജോൺസൺ വിവരങ്ങളുമായി. ടോബി, കോട്ടയം ജില്ലയിൽ മുഴുവൻ ഹോട്ടലുകളും ഒപ്പം ചെറിയ കടകൾ, തട്ടുകടകൾ, ബേക്കറികൾ ഉൾപ്പെടെയൊക്കെ അടഞ്ഞു കിടക്കുകയാണോ? വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഇന്ന് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അല്ലെങ്കിൽ പുറത്തിറങ്ങുന്ന ജനങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഈ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ അവർ പറയുന്ന ഒരു കാര്യം, ഈ ഒരു വിലയ്ക്ക് ഈ ഗ്യാസ് ലഭിച്ചാൽ അത് വലിയ രീതിയിൽ ഇവരെ ബാധിക്കും. ഈ പ്രവർത്തനവുമായി, ഹോട്ടലുകളുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ വിലവർദ്ധനവ് കുറയ്ക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് തടയുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നുള്ളൊരു ആവശ്യമാണ് അവർ പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്നത്. കോട്ടയം ജില്ലയിലുള്ള എല്ലാ ഹോട്ടലുകളും സമാനമായ രീതിയിൽ അടഞ്ഞുകിടക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ഒരു സമരം അവർ നടത്തുകയാണ്. പ്രതീകാത്മകമായി ഗ്യാസ് സിലിണ്ടറൊക്കെ കൊണ്ടുവന്ന് വെച്ചാണ്, അതിൽ റീത്ത് വെച്ച് ഒരു പ്രതീകാത്മകമായ ഒരു പ്രതിഷേധം അവരിവിടെ നടത്തുകയാണ്. എന്നോടൊപ്പം സംസ്ഥാന സെക്രട്ടറി പ്രതീഷ് ഉണ്ട്. ഈ ഒരു പ്രശ്നം നിങ്ങളുടെ മേഖലയെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് അല്ലേ? കഴിഞ്ഞ 5 മാസം കൊണ്ട് ഏതാണ്ട് 1500 രൂപയാണ് ഒരു കുറ്റിക്ക് വില കൂടിയിരിക്കുന്നത്. ഒരു രീതിയിലും കടകൾ നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ. ഒപ്പം ഒരു റേഷനിങ് സിസ്റ്റം എന്ന രീതിയിൽ ഏതാണ്ട് 3 മാസത്തെ ഞങ്ങളുടെ ആവശ്യകതയുടെ ആവറേജ് എടുത്തിട്ട് അതിൻ്റെ 62% എന്ന രീതിയിലാണ് ഇപ്പോൾ നമുക്ക് ഗ്യാസ് നൽകിക്കൊണ്ടിരുന്നത്. ഇതൊന്നും ഒരു രീതിയിലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മുടെ മേഖലയെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ തൊഴിലാളികളുടെ മടക്കം, ഈ SIR-മായി ബന്ധപ്പെട്ട് പോയിരിക്കുന്ന തൊഴിൽ ദൗർലഭ്യം, അതും എല്ലാം കൂടെ വന്ന് കടകൾ സ്വയമേ തന്നെ അടഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. കാരണം വില കൂട്ടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകും. ഇതുവരെ ഞങ്ങൾ വില കൂടാതെ തന്നെ പിടിച്ചു നിൽക്കുകയാണ്. നിങ്ങൾക്കറിയാം, മിൽമ പാലിന് ഉടൻ തന്നെ വില കൂടാൻ പോകുന്നു. ഇനി ഉടൻ തന്നെ വൈദ്യുതിയിലും ജലക്കരത്തിലും ഒക്കെ മാറ്റം വരാൻ സാധ്യതയുണ്ട്. എന്നിട്ട് പോലും ഞങ്ങളുടെ കഴിവിനനുസരിച്ച് ഇതുവരെയുള്ള വില പിടിച്ചു നിർത്തിയാണ്. പക്ഷേ മുന്നോട്ടുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു ഉറപ്പുമില്ല. കാര്യം ഒരു സിലിണ്ടറിന് 1000 രൂപ എന്ന് പറയുമ്പോൾ 2-3 സിലിണ്ടർ ഉപയോഗിക്കുന്നവർക്ക് എത്ര രൂപ കഴിയുന്ന ഇപ്പം തന്നെ നഷ്ടം വന്നാണ് കച്ചവടം നടത്തുന്നത്. തീർച്ചയായിട്ടും അതാണ്. അതായത് വലിയ നഷ്ടം സഹിച്ചാണ് അവർ ഈ കച്ചവടം നടത്തുന്നത് എന്നുള്ള ഒരു കാര്യമാണ് അവർ പറയുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം, കോട്ടയത്തുള്ള ഒട്ടുമിക്ക ഹോട്ടൽ ഉടമകളും റെസ്റ്റോറൻറ്റ്സ് നടത്തുന്ന ആളുകളും എല്ലാം തന്നെ അവർ എത്തിയിട്ടുണ്ട്. അവരുടെ കുടുംബാംഗങ്ങളും ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അനുജ, അതാണ് കോട്ടയത്ത് സമരം പൂർണ്ണമാണ് എന്നുള്ളതാണ്. ഹോട്ടലുകൾ അടച്ചിട്ടുള്ള സമരത്തിലേക്കാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കടന്നിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.